അമേരിക്കയ്ക്കെതിരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒമാനിലെ സുൽത്താൻ ഖബൂസ് തുറമുഖത്തിനടുത്ത് കപ്പലിന് തീപിടിച്ചു. ഒരു ഭാരതീയൻ മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ജീവനക്കാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കപ്പലിൽ 16 ഭാരതീയർ ഉണ്ടായിരുന്നു. ആക്രമണത്തിന് ഡ്രോൺ ബോട്ടാണ് ഇറാൻ ഉപയോഗിച്ചത്. സൗദിയിൽ നിന്നും വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു. ഷിൻസ്, ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് ഇത് സംബന്ധിച്ച്? രോഹിണി, വീണ്ടും ഒമാന്റെ തീരത്ത് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഈ ആക്രമണത്തെ തുടർന്ന് കപ്പലിന് തീ പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിന് അടുത്ത് വെച്ചാണ് കപ്പലിന് തീ പിടിച്ചത്. കപ്പലിൽ 16 ഇന്ത്യക്കാരടക്കം 21 ജീവനക്കാരുണ്ടായിരുന്നു. ഇതിൽ ഒരു ഭാരതീയൻ മരിച്ചിരിക്കുകയാണ് ആക്രമണത്തെ തുടർന്ന്. ഇത്തവണ ആക്രമണത്തിന് ഡ്രോൺ ബോട്ടാണ് ഇറാൻ ഉപയോഗിച്ചത്. നമ്മൾ നേരത്തെ അവർ ബാലിസ്റ്റിക് മിസൈലുകളും ആകാശത്തൂക്കിലൂടെ ഉപയോഗിക്കുന്ന ഡ്രോണുകളുമായിരുന്നു ആക്രമണത്തെ ഉപയോഗിച്ചെങ്കിൽ ഇത്തവണ ഡ്രോൺ ബോട്ടാണ് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒമാൻ റോയൽ നേവിയുടെ ഒരു കപ്പൽ ടാങ്കറിന്റെ സ്ഥിതി നിരീക്ഷിക്കുകയും അതേ സമുദ്രമേഖലയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അബുദാബിയിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരു ഗോഡൌണും വ്യാപാര കേന്ദ്രത്തിനും ചെറിയ നാശനഷ്ടമുണ്ടായി. യുഎഇയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകൾ വിജയകരമായി തടഞ്ഞു. ആ തടഞ്ഞതിനെ തുടർന്നുള്ള അവശിഷ്ടങ്ങളാണ് താഴെ വീണത്. ആളപായമോ പരിക്കും ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം റാസൽ ഗെയിമിൽ ഡ്രോൺ ആക്രമണ ശ്രമം തടഞ്ഞു. അൽഹംറ വില്ലേജിൽ ഡ്രോൺ തകർന്നു വീണു. ഇവിടെയും ആർക്കും പരിക്കില്ല. ഇതോടൊപ്പം തന്നെ ദുബായ് ഗ്ലോബൽ വില്ലേജ് ഈ സ്ഥിതിവിശേഷത്തെ തുടർന്ന് ഇന്ന് അടച്ചിടും. സുരക്ഷാ കാരണങ്ങളാൽ ഇന്നും പ്രവർത്തിക്കില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ബഹ്റൈനിൽ തറാവീഹ് നമസ്കാരം 25 മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട്. സുന്നി എൻഡോമെന്റ് ഡയറക്ടേഴ്സിന് കീഴിലുള്ള പള്ളികളിൽ തറാവീഹ് നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും പുതിയ സമയക്രമം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തറാവീഹ് നമസ്കാരം 25 മിനിറ്റിനുള്ളിൽ തന്നെ പൂർത്തിയാക്കണം. ഇശ ബാങ്കിന് ശേഷം 10 മിനിറ്റിനുള്ളിൽ തന്നെ നമസ്കാരം ആരംഭിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. സൗദിയിലും ഇന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി. സൗദി അറേബ്യയിലെ അരാംഗോ റാസ് തനൂര റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അവിടെയും അരാംഗോ സുരക്ഷാ മുൻകരുതൽ നിലയിൽ റിഫൈനറി അടച്ചുപൂട്ടിയിരിക്കുകയാണ് രോഹിണി. അതോടൊപ്പം നമുക്കറിയാം, UAE-യിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ സ്ഫോടക ശബ്ദങ്ങൾ കേൾക്കുന്നതായി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷിൻസ്? ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇറാൻ ഇപ്പോഴും ഒരു നിരന്തര ആക്രമണം ഈ ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായും രോഹിണി, ഇന്നും ഇറാന്റെ ആക്രമണത്തിന് കുറവുണ്ടായിട്ടില്ല. ദുബായിലെ ജബലലി ഇന്റർനെറ്റ് സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ ദുബായിൽ ആക്രമണം ഉണ്ടായി. ഇതിന് പുറമെയാണ് മറ്റ് എമിറേറ്റുകളായ റാസൽ ഗെയിമിലും അബുദാബിയിലും ആക്രമണം ഉണ്ടായത്. ഇതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കാൻ UAEക്ക് സാധിച്ചു. ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ UAEക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അവശിഷ്ടങ്ങൾ വന്നു വീഴുന്ന ജനവാസ മേഖലയിലാണ്. ഈ ആക്രമണം നടക്കുന്ന സമയത്തും വലിയ ശബ്ദവും ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ആൾക്കാരിൽ ഒരു ചെറിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മുൻകരുതൽ നിലയിൽ UAE-യിൽ ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ് സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കെല്ലാം. ഇതോടൊപ്പം തന്നെ സ്കൂളുകളും വിദൂര പഠനത്തിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാ സുരക്ഷാ മുൻകരുതലുകളും UAE സ്വീകരിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്നാൽ നമുക്കറിയാം, ഇവിടെ ഭാരതീയരായ പ്രവാസികളാണ് കൂടുതൽ, സ്വദേശികളെക്കാൾ ഏറെ. അങ്ങനെയുള്ള ഇവർ ഭാരതീയർക്കും എല്ലാം ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇങ്ങനെ യുദ്ധം അല്ലെങ്കിൽ ഡ്രോണുകൾ വരുന്നു, അതിനെ ഇന്റർസെപ്റ്റർ ഉപയോഗിച്ച് തകർക്കുന്നു. ഇതെല്ലാം ആദ്യമായിട്ടൊരു അനുഭവമാണ്. ഇത് ഒരു ആശങ്കാജനകമായ ഒരു സ്ഥിതി എല്ലാവർക്കും ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇനി യുദ്ധം നീണ്ടുപോവോ, ഇത് കഴിയുമോ, എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നു, അത്യാവശ്യമായി നാട്ടിൽ പോകേണ്ടവരുണ്ട്, അവർക്ക് നാട്ടിൽ പോകാൻ സാധിക്കുമോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്നാലും ഇതുവരെ ജീവനോ അല്ലെങ്കിൽ സ്വത്തിനോ ഒരു പ്രശ്നം വരുന്ന കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ രോഹിണി. ശരി, ഷിൻസാണ് വിവരങ്ങൾ നൽകിയത്.